അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖിലാഫത്തിൻ്റെ വിവിധ വർഷങ്ങൾ, അതിൻ്റെ ചരിത്രം, ഖിലാഫത്തിൻ്റെ ഗതിമാറ്റങ്ങൾ, ഖിലാഫത്തിൽ നിന്ന് സൽത്തനത്തിലേക്കും മുലൂക്കിയത്തിലേക്കും അവിടുന്ന് വിവിധ രാജഭരണകൂടങ്ങളുടെ രൂപീകരണത്തിലേക്കും സാമ്രാജ്യങ്ങളുടെ രൂപീകരണത്തിലേക്കുമെല്ലാം നയിച്ച ഒരു ചരിത്രമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഖിലാഫത്ത് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു ദേശം, ഇതെല്ലാം ഒരുമിച്ച് ഒരേപോലെ ഒത്തൊരുമയോടെയോ വിവിധ ഘട്ടങ്ങളിലൂടെയോ പ്രവർത്തിക്കേണ്ട ഇസ്ലാമികമായ ഒരാശയത്തിനാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. അതിന് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത പണ്ഡിതന്മാർ അവരവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനനുസരിച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പലതും നമ്മളിവിടെ പരാമർശിച്ചിരുന്നു. ഖിലാഫത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു സാമ്രാജ്യം, ഒരു എംപയർ, ഒരുപാട് പ്രദേശങ്ങൾ ഒന്നിച്ച് ഒരു സുപ്രീം ലീഡറിൻ്റെ കീഴിൽ ഭരിക്കപ്പെടുന്ന ഭരണ സംവിധാനം എന്നതാണ് നമ്മൾ ഇപ്പോഴും മനസ്സിൽ വെക്കുന്നത്. യാതൊരു ആവശ്യവും ആ ചിന്തയ്ക്ക് വേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഒരു വിഷയം സംസാരിച്ചുകൊണ്ട് പറയുന്നൊരു പോയിൻ്റുണ്ട്. വിവിധ ഗവർണൻസുകൾ ഒരേ സമയം തന്നെ ഖിലാഫത്തുകളായി ഉണ്ടാവാം എന്ന് അദ്ദേഹത്തിൻ്റെ ഫത്വകളിൽ ഈ വിഷയം സംസാരിക്കുന്നത് കാണാം. അത് ഖിലാഫത്ത് എന്ന് പറയുന്നത് ഒരു അംബ്രല്ലയായി ഒരൊറ്റ കുടക്കീഴിൽ ഉണ്ടാവേണ്ടതല്ല, അല്ലാതെയും സംഭവിക്കാം എന്ന് പറയുന്നൊരു ചിന്ത അദ്ദേഹം തന്നെ 14-ാം നൂറ്റാണ്ടിൽ പറയുന്നത് നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതല്ല, നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സംസാരിക്കുന്ന പലപ്പോഴും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ്. ഖിലാഫത്ത് എന്ന പേരിൽ സംസാരിച്ചതും അധികവും പഠിക്കുന്നതും രാഷ്ട്രീയ ചരിത്രമാണ്. ആ ഒരു പരിസരത്തിൽ അവർ നെഗറ്റീവായ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, എന്നാൽ പൊതുസമൂഹത്തോടും, അതൊരു മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം സമൂഹത്തോടും അവർ പുലർത്തിയ സഹിഷ്ണുതാപരമായ സമീപനങ്ങളെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖിലാഫത്തിലൂടെ ഈ മുലൂക്കിയത്തിൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ എംപയറിൻ്റെ കാലഘട്ടത്തിൽ പോലും പൊതുസമൂഹത്തിന് അവരെന്താണ് നൽകിയത്? നമ്മൾ ഖിലാഫത്ത് എന്ന് പറയുന്നതിനെ മുലൂക്കിയത്തായി പിന്നീട് മാറ്റപ്പെട്ടപ്പോൾ അത് ടോട്ടലി തന്നെ റോങ് ആയിരുന്നുവെന്നും അതുകൊണ്ട് നമുക്കതിൽ നിന്ന് മാതൃകയില്ല എന്നും ആശങ്കപ്പെടേണ്ടതില്ല. പലപ്പോഴും ഇതേ സൽത്തനത്തുകൾ തന്നെയാണ് ഒരുപക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന തരത്തിൽ പറയാവുന്ന തരത്തിൽ പോലും ലോകക്രമത്തിൽ ഒരു മുഴം മുന്നിൽ നിന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിൻ്റെ പേരിലോ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ നീതിപൂർവമായി നടത്തുന്നതിൻ്റെ പേരിലോ പലപ്പോഴും മുന്നിൽ നിന്നത് ഈ പല മുസ്ലിം സൽത്തനത്തുകളും തന്നെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സമൂഹത്തിലും ഉള്ളതുപോലെ പുഴുക്കുത്തുകൾ മുസ്ലിം സമൂഹത്തിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സൽത്തനത്തുകളിലും നെഗറ്റീവും പോസിറ്റീവും പറയാവുന്നത് പോലെ തന്നെ മുസ്ലിം സമൂഹത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഓരോ സൽത്തനത്തുകൾ രൂപപ്പെടുമ്പോൾ പോലും അതേ സൽത്തനത്തിൽ തന്നെ നല്ലവരായ ഒരുപാട് ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഒരുപാട് സേവനങ്ങളുണ്ട്. സുൽത്താൻ എന്ന് പറയുന്ന ഹൈലി പൊളിറ്റിക്കൽ അതോറിറ്റി കീപ്പ് ചെയ്യുന്ന അതേ സാഹചര്യത്തിൽ തന്നെ എന്നാൽ പൊതുജനക്ഷേമത്തിന് വേണ്ടി മാത്രം ശ്രദ്ധയൂന്നി ജീവിച്ച ഒരുപാട് ഭരണാധികാരികളും നമ്മുടെ ചരിത്രങ്ങളിലുണ്ട്. ഈ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവണം. എംപയറുകളുടെയും മുസ്ലിം രാജവംശങ്ങളുടെയും അല്ലെങ്കിൽ മുലൂക്കിയത്ത് എന്ന് പറയുന്ന ആശയത്തിൽ വന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെയും ഇങ്ങനെയും ചില സംഭവങ്ങൾ ഇസ്ലാമിക ലോകത്ത് കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇമേജ് നമുക്കുണ്ടാവണം. അതിൻ്റെ കൂടെ മുസ്ലിം രാജവംശങ്ങൾ സംഭവിച്ച തെറ്റുകൾക്ക് അത് തെറ്റായിട്ട് പറയാറുണ്ടല്ലോ, കോളേജ് സ്പേഡ്
തെറ്റുകാരനെ തെറ്റെന്ന് വിളിക്കാൻ തന്നെ നമ്മൾ തയ്യാറാവണം. അപ്പോളജിസ്റ്റിക് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുമാത്രമല്ല, വല്ലാണ്ട് ഡിഫെൻസീവായി മാറുന്ന, അവരങ്ങനൊന്നുമില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് തെമ്മാടികളായ ഭരണാധികാരികളെയും പോലും വെള്ളപൂശുക എന്നത് റേസിസ്റ്റ് പദപ്രയോഗമാണ്, അവരെ വളരെ വൃത്തിയാക്കിയെടുക്കുന്ന ആശയവും നമുക്ക് വേണ്ട. അപ്പോളജിസ്റ്റും ആവേണ്ടതില്ല, വല്ലാണ്ട് അവരെ സംരക്ഷിക്കുന്ന ഡിഫെൻസീവ് മെക്കാനിസവും സ്വീകരിക്കേണ്ടതുമില്ല. അതുകൊണ്ടാണ് ചരിത്രം എന്നത് വളരെ അനിവാര്യമായി പഠിക്കേണ്ട ഒരു വിഷയമായി മാറുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാം തന്നെ ആദ്യം പറയുന്നത് ആദം നബിയുടെ കഥയാണ്, ഒരു ചരിത്രമാണ്. പ്രപഞ്ചോൽപ്പത്തി പറയുന്നു, ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നു. ചരിത്രത്തിലൂടെ മുൻ വേദഗ്രന്ഥം വരുത്തിവെച്ച തെറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്നു. ഒറിജിനൽ സിൻ, ആദി പാപം എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വയെ അധിക്ഷേപിക്കുന്ന ക്രിസ്തീയ കൺസെപ്റ്റിനെ തിരുത്തുകയാണ് സ്വർഗീയ ചർച്ചയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഇപ്പോൾ പൈശാചിക പ്രചോദനത്തിൻ്റെ ഭാഗമായി ഹവ്വ ആദം അലൈഹി ഇസ്ലാമിനെ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി പഴം പറിച്ച് തിന്നു എന്നതാണല്ലോ ക്രിസ്തീയ ബൈബിൾ നെറേറ്റീവ്. അള്ളാഹു അതിനെ തിരുത്തുന്നുണ്ട്. എന്താ പറയുന്നു? തഖബ്ബല ആദമ മിൻ റബ്ബിഹി കലിമാത്ത്. അള്ളാഹു ആദമിൽ നിന്നാണ് തൗബ സ്വീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വയെ അവിടെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, രണ്ടുപേരോടുമാണ്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അതിനോട് സമീപിക്കരുത്. രണ്ടുപേരെയും ഒരുപോലെ പറയുകയോ അല്ലെങ്കിൽ ആദമിനെ മാത്രം പറയുകയോ ചെയ്യുന്നു. ബിബ്ലിക്കൽ നരേഷനിൽ സ്ത്രീയെ കുറ്റക്കാരിയാക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്ന ആദ്യ പ്രൊട്ടക്ഷൻ്റെ രീതി തന്നെ ഇസ്ലാം ചരിത്രത്തിൽ സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ശരിയായ പെർസ്പെക്റ്റീവ് രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു ലോകത്താണെങ്കിലും ഏതൊരു വിഷയം പഠിക്കുമ്പോൾ പോലും ഹിസ്റ്റോറിസിറ്റി, ചരിത്രപരത അനിവാര്യമായി മാറുന്നു. നമ്മളുടെ ചരിത്രവും നമുക്ക് മുമ്പുള്ള ചരിത്രവും ലോകത്തിൻ്റെ ചരിത്രവുമെല്ലാം അറിയുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ഇബറത്ത് ഉൾക്കൊള്ളാൻ കഴിയും. മുൻകാല സമൂഹങ്ങളുടെ കാര്യം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബറത്ത്, ഗുണപാഠം ഉൾക്കൊള്ളുന്ന പോയിൻ്റ് വെച്ചുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷവും ഉണ്ടായ എല്ലാ സൽത്തനത്തുകളെയും ഖിലാഫത്തുകളെയും സംസാരിക്കുമ്പോഴും നമുക്ക് ആധുനിക മുസ്ലിം സമൂഹത്തിന് എങ്ങനെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റും എന്നതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഖിലാഫത്തിന് ആനന്തര ലോകത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടത്. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് എന്നതിൻ്റെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുലഫാഉ റാഷിദയോ കാണിച്ചു തന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറുന്നത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. ഹിജ്രി ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. മുലൂക്കിയത്തിലേക്ക് പോകുന്നു, പിന്നെ അവിടുന്ന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധ്യകാല പണ്ഡിതന്മാർ തുടങ്ങി പിന്നെ ഇങ്ങോട്ട് ആധുനിക പണ്ഡിതന്മാർ വരെയും ഖിലാഫത്തിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ മുന്നിൽ വെക്കുന്നുണ്ട്. അതിന് ഉലുൽ അംർ മിൻകും, അതായത് ഭരണകർത്താക്കളോടുള്ള അനുസരണവുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നത് കാണാം. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ സിയാസ ഷറായിയ എന്ന് പറയുന്നൊരു കിതാബ് പോലുമുണ്ട്. അതായത് ഷറായി അടിസ്ഥാനത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻസിനെ കുറിച്ചുള്ള വർത്തമാനമാണ്. ആ കിതാബിൽ മുഴുവനും അതാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഭരണകർത്താക്കളോടുള്ള നമ്മുടെ സമീപനം എന്താവണം, അവർ ഉലുൽ അംർ മിൻകാവുമ്പോൾ അവരിൽ എത്രത്തോളം അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം പണ്ഡിതന്മാരുടെ ദൗത്യം എന്താണ്. പണ്ഡിതൻ എന്ന് പറയുന്നത് ഭരണകർത്താവിനോടും ഭരണകർത്താവിന് പണ്ഡിതന്മാരുടെ ദൗത്യമൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സിയാസ ഷറായിയിൽ സംസാരിക്കുന്നത് കാണാം. ഇത് ആധുനികത എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ പണ്ഡിതന്മാർക്കും അവരവരുടെ കാലത്ത് ആധുനികമായിരുന്നു. ഖിലാഫത്തിൻ്റെ പ്രശ്നങ്ങൾ സംഭവിച്ച് മുലൂക്യത്തിലേക്ക് മാറുന്നതോടുകൂടിയും പ്രശ്നങ്ങൾ രൂപീകരിക്കപ്പെടുന്നതോടുകൂടിയും ഓരോ പണ്ഡിതന്മാരും ഖിലാഫത്ത് എന്ന് പറയുന്ന സ്വപ്നം വെച്ചുകൊണ്ട് തന്നെ ഖുലഫാഉ റാഷിദയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ചുകൊണ്ട് റോൾ മോഡലുകൾ അവതരിപ്പിക്കാൻ പണ്ടേ ശ്രമിച്ചിരുന്നു. അതാണ് ഞാൻ 13-ാം നൂറ്റാണ്ടിലെ 14-ാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഉദാഹരണം പറഞ്ഞത്. ഇബ്നു ഖൽദൂനെ പോലുള്ള പണ്ഡിതന്മാരും 15-ാം നൂറ്റാണ്ടിലും ഇതേ ചർച്ചകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സയ്യിദ് അഹമ്മദ് സർഹിൻഡി അക്ബറിൻ്റെ ദീന ഇലാഹീനെ പരാജയപ്പെടുത്തുകയും ജഹാംഗീറിൻ്റെ കാലത്ത് ഉള്ള ഭരണ സംവിധാനത്തെ കൂടുതൽ ഇസ്ലാമികമായി എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ ചർച്ചകളുടെ ഒരു പക്ഷേ സൗത്ത് ഏഷ്യൻ ലോകത്ത് ഏറ്റവും മൂർത്തമായ രൂപത്തിൽ അവതരിപ്പിച്ചത് 18-ാം നൂറ്റാണ്ടിലെ പ്രഗത്ഭ മുജദ്ദിദായ ഷാ വലിയുല്ലാഹ് ദഹ്ലവിയാണ്. അദ്ദേഹത്തിൻ്റെ അൽ ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്.
ഹുജ്ജത്തുല്ലാഹുൽ ബാലിഗ എന്ന് പറയുന്ന ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തും പഠിപ്പിക്കപ്പെടുന്ന കിതാബിൽ അദ്ദേഹം ഇർത്തിഫാഖാത്ത് എന്ന് പറയുന്ന ഒരു ചിന്ത മുന്നോട്ട് വെച്ചു. ആ ചിന്ത എന്താണെന്ന് വെച്ചാൽ, വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്നാവാം, ആ വ്യക്തിയുടെ തർബിയത്തിൻ്റെയും തസ്കിയത്തിൻ്റെയും ഭാഗമായി സ്വയം സംരക്ഷിക്കുകയും സ്വയം സംസ്കരിക്കുകയും അതിൻ്റെ ഭാഗമായി അത് ഫാമിലിയിലേക്ക്, കുടുംബത്തിലേക്ക്, ഉസ്രയിലേക്ക് വളരുകയും ആ ഉസ്രയിലൂടെ അദ്ദേഹം മൂന്നാമത് സ്റ്റെപ്പായി പറഞ്ഞു വെക്കുന്നത് അൽ മദീന എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നഗരത്തിലേക്ക് എത്തുകയും ഒരുപാട് മദീനകൾ, ഒരുപാട് ഫാമിലികൾ ഉള്ളതുപോലെ ഒരുപാട് മദീനകൾ സ്വയം തന്നെ വളരെ ശക്തമായി ഇസ്ലാമിൻ്റെ വാല്യൂ അനുസരിച്ച് വളരുകയും അതിൻ്റെ ഭാഗമായി ദേശത്തിലേക്ക്, ദൗലത്തിലേക്ക് എത്തുകയും അതിലൂടെ ഖിലാഫത്തിൻ്റെ സംസ്ഥാപനവും വേണമെന്ന് ഷാവുൽദ ദഹ്ലവി ഇർത്തിഫാഖാത്ത് പറഞ്ഞു. സ്റ്റെപ്പുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ പടവുകളായി അദ്ദേഹം അത് പറയുന്നുണ്ട്. അതിന് വ്യക്തിത്വ സംസ്കരണം, പരിവർത്തനം അനിവാര്യമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ ഓരോരുത്തരും മാറാത്തിടത്തോളം കാലം അള്ളാഹു നിങ്ങളുടെ കൗമിനെ മാറ്റുകയില്ല എന്ന് പറയുന്ന ആയത്ത് ഇവിടെ എല്ലാ പണ്ഡിതന്മാരും വ്യക്തിത്വ സംസ്കരണം, ഒരു സമൂഹത്തിൻ്റെ സംസ്കരണം, ദേശത്തിൻ്റെ സംസ്കരണം, ദൗലത്തിൻ്റെ സംസ്കരണത്തിൽ ഓരോ വ്യക്തികളും കടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഷാവുൽദ ദഹ്ലവി അവിടെ നഗരമെന്നാണ് പറഞ്ഞത്, മദീന. ഈ നഗരമെന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടെർമിനോളജിയിലൊന്നാണ്. ഫാറാബി 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന, 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഫിലോസഫർ. അദ്ദേഹത്തിൻ്റെ ആറാഉ അഹ്ലുൽ മദീന, ആറാഉ മദീനത്തുൽ ഫാദില എന്ന് പറയുന്ന കിതാബുണ്ട്. അൽ മദീനത്തുൽ ഫാദില എന്ന രീതിയിലാണത് അറിയപ്പെടുന്നത്. ആ കിതാബിൽ അദ്ദേഹം ഒരു ശ്രേഷ്ഠമായ ഗ്ലോറിഫൈഡ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗ്ലോറി നിറഞ്ഞ ഒരു മദീനയെ, ഒരു നഗരത്തെ ചിത്രീകരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ ഊന്നുകയും പക്ഷേ അത് പരാമർശിക്കാതെ തന്നെ നബിയും ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ആശയങ്ങൾ എടുക്കുകയും എന്നാൽ അത് പരാമർശിക്കാതെ തന്നെ അതിസുന്ദരമായ ഒരു നീതി നിറഞ്ഞ, സമസ്തസുന്ദരമായ, ടോളറൻ്റ്, ഒരു സഹിഷ്ണുത നിറഞ്ഞ ഒരു നല്ല പട്ടണത്തെ, നഗരത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ ജനങ്ങളുടെ ജീവിതം സുന്ദരമാകുമെന്നാണ്. ഇതിന് കാരണം അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത് ബാഗ്ദാദ്, കെയ്റോ പോലുള്ള തെരുവുകളിലാണ്, നഗരങ്ങളിലാണ്. നഗരങ്ങളുടെ ഭദ്രത, സുസ്ഥിരത, അവിടെ ഉണ്ടാവുന്ന സഹിഷ്ണുത, അവിടെ ഉണ്ടാകുന്ന കൊളാബറേഷൻ, കോ എക്സിസ്റ്റൻസ് ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു ചിത്രമായിട്ടാണ് എല്ലാ പണ്ഡിതന്മാരും കണ്ടത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവാം ഷാവുൽദ ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റെപ്പുകളിൽ മൂന്നാമതായി മദീനയെ സ്വീകരിച്ചത്, നഗരമെന്ന്. അതിന് കാരണം മറ്റൊന്നുണ്ട്. ഷാവുൽദ ദഹ്ലവി ജീവിച്ചത് ഡൽഹിയിലാണ്. അതുകൊണ്ടാണ് ദഹ്ലവി എന്നുള്ള പേര് വന്നത്. ഡൽഹി എന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലാകുമ്പോൾ എല്ലാ ആശയ പ്രധാനങ്ങളും, ആശയ സംവാദങ്ങളും, കൊടുക്കൽ വാങ്ങലും, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ, സാമ്പത്തിക തുടങ്ങിയ എല്ലാ മേഖലയിലെ കൊടുക്കൽ വാങ്ങലുടെയും എപ്പിസെൻ്റർ, പൊതുകേന്ദ്രം അത് ഡൽഹിയാണ്. അതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഷാവുൽദ ദഹ്ലവി ഒരു സമൂഹത്തിൻ്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കും, ക്രമപ്രവൃത്തമായ വളർച്ചയ്ക്കും നഗരം അനിവാര്യമാവുന്നതും ഇങ്ങനെ ഒരുപാട് നഗരങ്ങളിലൂടെ ഒരു ദൗലത്ത് രൂപപ്പെടാൻ പറ്റുമെന്നും ആ ദൗലത്ത് ഒരു ഖിലാഫത്തിൻ്റെ, ഇസ്ലാമികമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ സ്റ്റെപ്പായി മാറാമെന്നും അദ്ദേഹം പറയുന്നു. ഇതേ ആശയം തന്നെയാണ് മൗലാന മൗദൂദി 20-ാം നൂറ്റാണ്ടിലും മുന്നിൽ വെച്ചത്. മൗലാന മൗദൂദി മുന്നിൽ വെച്ചതിൻ്റെ ചെറിയൊരു വ്യത്യാസം, വ്യക്തി, കുടുംബം, നഗരം എന്നതിന് പകരം സമൂഹം എന്നാക്കി അദ്ദേഹം. കാരണം നഗരം എന്നത് ഒരു ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നു. സമൂഹം എന്നത് കുടുംബം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്, ഒരു ദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. അത് റൂറലാവാം, അത് അർബനാവാം. ഒരുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് ഒരു സമൂഹ വ്യാപനവും വളർച്ചയും വികാസവും ഉണ്ടാകുമ്പോൾ ദേശത്തിലേക്ക് എത്തുകയും അതൊരു ദേശസ്ഥാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മൗലാന മൗദൂദി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു സ്റ്റേറ്റ് സെൻട്രിക് പൊളിറ്റീഷ്യനാണ് എന്ന തരത്തിലാണ്. അധികാരം മുകളിൽ നിന്ന് അപ്പ് ഡൗൺ പൊളിറ്റിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ ആളായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചത്. അധികാരക്കൊതി മൂത്ത, ആർത്തി മൂത്ത,
ഒരു ഇസ്ലാമിക വക്താവ് എന്ന നിലയിലാണ് അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മൗലാന മൗദൂദി പോലും യഥാർത്ഥത്തിൽ ബോട്ടം അപ്പ് തിയറിയുടെ ആളാണ്. പൊളിറ്റിക്കൽ തിയറി ഉപയോഗിക്കുകയാണെങ്കിൽ ബോട്ടം അപ്പ് തിയറി, അതായത് ഓരോ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് മേലിലേക്ക് വളർന്നെത്തുന്ന അങ്ങനെ ഒരു സമൂഹ നിർമ്മാണത്തിൻ്റെ, ദേശനിർമ്മാണത്തിൻ്റെ കൺസെപ്റ്റാണ് മൗലാന മൗദൂദി പോലും പറഞ്ഞു വെച്ചത്. അല്ലാതെ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ടൊരു സമൂഹത്തെ പിടിച്ചെടുത്ത് അവിടെ നിയമം നടപ്പിലാക്കുന്ന സംവിധാനമല്ല. മൗലാന മൗദൂദിയോട് ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നു, കാശ്മീരിൽ അന്ന് പാകിസ്ഥാന് വലിയ കോലാഹലം ഉണ്ടാകുന്ന പശ്ചാത്തലമാണ്, കാശ്മീർ പിടിച്ചെടുക്കണോ വേണ്ടയോ എന്നൊക്കെയാണ് ചർച്ച. മൗലാന മൗദൂദിയെ ആ സ്റ്റുഡൻസിനോട് ഒരിക്കലും പട്ടാള അട്ടിമറി നല്ലതല്ല, വിപ്ലവങ്ങൾ പലതും ക്ഷണികമായാൽ അത് അധികകാലം നീണ്ടു നിൽക്കില്ല, ലോങ് ടൈം പ്രോസസ്സിലൂടെ മാത്രമേ ഒരു റെവല്യൂഷൻ നടപ്പിലാക്കാൻ പാടുള്ളൂ. അതിന് വേണമെങ്കിൽ വ്യക്തിതലത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വളർച്ചയാണ്. അല്ലാതെ പട്ടാള അട്ടിമറികൾ പലപ്പോഴും തകർച്ചയിലേക്കും രക്തരൂക്ഷിതമായ റെസ്പോൺസിലേക്ക് മാത്രമാണ് പോവുക എന്ന് മൗലാന മൗദൂദി അവർക്ക് മറുപടി പറയുന്നത് കാണാം. കാരണം മൗദൂദി സാഹിബിൻ്റെ പ്രധാന ചിന്ത പോലും അത് ബോട്ടം അപ്പ് തിയറിയാണ്, സമൂഹത്തിൻ്റെ ക്രമപ്രവൃത്തമായ വളർച്ചയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് പാകിസ്ഥാനിൽ പോലും അദ്ദേഹം കാണാം. പാകിസ്ഥാനിലെത്തുന്നു, അവിടെ ഈ ചർച്ചകൾ സജീവമാവുന്നു. മൗലാന മൗദൂദി ഭരണഘടനാ പ്രക്ഷോഭം നടത്താൻ ശ്രമിക്കുന്നു. ആ ഭരണഘടനാ പ്രക്ഷോഭത്തിൽ പോലും ജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ക്രമപ്രവൃത്തമായ വികാസമാണ് എന്ന തരത്തിലുള്ള ആശയങ്ങളാണ് ഭരണഘടനാ പ്രക്ഷോഭത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അങ്ങനെ അധികാരം കേന്ദ്രീകരിക്കുന്നതിനേക്കാളും അപ്പുറം സാമുദായിക രാഷ്ട്രീയത്തെക്കാളും അപ്പുറം അതിന് അദ്ദേഹം ഉപയോഗിച്ച പദമാണ് മുസ്ലിം നാഷണലിസം. ജിന്നയുടെ അടക്കമുള്ള ആൾക്കാരുടെ ചിന്തയെ മുസ്ലിം നാഷണലിസം എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിനേക്കാളും അപ്പുറം നമുക്ക് ഇസ്ലാമിക ഫ്രെയിംവർക്കിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു സ്റ്റേറ്റ് കൺസെപ്റ്റാണ് വേണ്ടതെന്നാണ് മൗലാന മൗദൂദി അവരോട് സമർപ്പിച്ചത്. സാമുദായികതയുടെയോ സെക്ടേറിയനിസത്തിൻ്റെയോ പേരിൽ ഒരാശയം രൂപീകരിക്കപ്പെടുമ്പോൾ അതിനധികവും പിന്നീട് സൈഡ് എഫക്റ്റായി സംഭവിക്കുന്നത് അതിക്രമങ്ങളും ക്രൂവൽറ്റിയും അല്ലെങ്കിൽ മാർജിനലൈസേഷനും ഡിസ്ക്രിമിനേഷനും ഒക്കെ ആയിരിക്കുമെന്ന് അദ്ദേഹം പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ പറയുന്നത് കാണാം. ഈ ഒരു തരത്തിൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് പ്രധാനമായും ചിന്തിച്ചത് ഒരാൾ അദ്ദേഹമാണ്. പക്ഷേ ഇതൊക്കെയും സൗത്ത് ഏഷ്യൻ ഭാഗത്ത് ഇങ്ങനെ ചർച്ച നടക്കുമ്പോൾ 1920-ൽ ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം പ്രധാനമായും അറബ് ലോകത്ത് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത്. ചുറ്റുപാടും രാഷ്ട്രീയപരമായ ഒരു ശൂന്യത രൂപപ്പെട്ടു. ഖിലാഫത്ത് തകർന്ന് ഓരോ രാഷ്ട്രങ്ങളും സ്വതന്ത്രമായ ലോകത്തിലേക്ക് മാറുന്നു. 40-ൻ്റെ അടുത്തോടുകൂടി അവിടെ എല്ലായിടത്തും സോഷ്യലിസം, അറബ് നാഷണലിസമോ അറബ് സോഷ്യലിസമോ ശക്തമായി വ്യാപകമാവുന്നു. ഇങ്ങനെയൊക്കെ പശ്ചാത്തലത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ പോലും എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആശങ്കയിലായി. അതിൻ്റെ ഇടയിലാണ് അസ്ഹറിൽ നിന്നുണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അലി അബ്ദുർ റാസിഖ്. അദ്ദേഹത്തിൻ്റെ കിതാബാണ് അൽ ഇസ്ലാം വ ഉസൂലുൽ ഹുക്കും, ഇസ്ലാമും ഹുക്കുമിൻ്റെ പ്രിൻസിപ്പിൾസും, ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവർണൻസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കിതാബ് ഇംഗ്ലീഷിൽ കാണാം. ആ ബുക്കിലൂടെ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ ഭരണം സംവിധാനമൊന്നുമില്ല, ഇസ്ലാമിൽ രാഷ്ട്രീയ ഘടനകളൊന്നുമില്ല, ഇസ്ലാമിൽ രാഷ്ട്രീയത്തിൻ്റെ ചിന്തകളെക്കുറിച്ചൊന്നുമില്ല. പിന്നീട് ആൾക്കാർ അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കുറേ മുലൂക്കിയത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ചരിത്രമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമേ ഇല്ല, അതുകൊണ്ട് ഖിലാഫത്തിൽ നിന്ന് പിന്നീടുണ്ടാകുന്ന ഈ ടെൻഷൻസൊന്നും നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും, പക്ഷേ എത്രയൊക്കെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉള്ളതാണെങ്കിൽ പോലും അസ്ഹരി പണ്ഡിത സമൂഹം അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് എന്ന് പറയുന്ന അസ്ഹരി പദവി എടുത്ത് കളയുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അസ്ഹരി പണ്ഡിതന്മാർ ഖിലാഫത്തിലോ രാഷ്ട്രീയത്തിൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലോ നിഷേധിക്കുന്നവരായിരുന്നില്ല. ഇതും അതിനുശേഷം സംഭവിച്ചു. അതായത് പ്രതിലോമകരമായ ചിന്തകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതും അസ്ഹരി ലോകത്തു നിന്നും ഉണ്ടായ ഒരു പണ്ഡിതൻ പോലും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ തള്ളിക്കളഞ്ഞതും നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 1928 ഷെയ്ഖ് ഇമാം ഹസനുൽ ബന്ന അദ്ദേഹം ഇഖ്വാൻ മുസ്ലിമൂൻ്റെ രൂപീകരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിനേക്കാളും അപ്പുറം നമുക്ക് വേണ്ടത് ഒരൊറ്റ കുടക്കീഴിൽ ഉണ്ടാവേണ്ട ഒരു ഭരണ സംവിധാനമാണ്. അദ്ദേഹം മൾട്ടി പാർട്ടി സിസ്റ്റത്തെ അംഗീകരിച്ചിരുന്നില്ല. വൺ പാർട്ടി സിസ്റ്റം മാത്രം അംഗീകരിച്ചിരുന്ന ഒരൊറ്റ പാർട്ടിയുടെ എല്ലാവരും അതേ കുടക്കീഴിൽ വരേണ്ട, അതിനനുസരിച്ച് ജീവിക്കേണ്ട, ആ തരത്തിലുള്ള ദ്രാവത്തിലൂടെയും ഇസ്ലാഹിലൂടെയും സമൂഹത്തിനെ വാർത്തെടുക്കുന്ന
എല്ലാവരെയും സ്വയവും സേയും ശബ്ദങ്ങളും കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് വേണ്ടതെന്നായിരുന്നു ഷെയ്ഖ് ഹസൻ ബന്നയുടെ കാഴ്ചപ്പാട്. എന്നാൽ തൊട്ടുടനെ തന്നെ അതിനുശേഷം വന്ന സെയ്ദ് കുത്തുബാവട്ടെ പിന്നീടുള്ള ആൾക്കാരൊക്കെയും അങ്ങനെയല്ല, വിവിധ സ്വരങ്ങളും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് വേണ്ടത് എന്ന് ചിന്തിച്ചു. സെയ്ദ് കുത്തുബ് അതുകൊണ്ടാണ് അദാല ലിജ്തിമായ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന പേരിൽ അദ്ദേഹം കിതാബ് എഴുതിയത്. മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, IP അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവർക്കും ഒരേപോലെ വിതരണം ചെയ്യാൻ പറ്റുന്ന സാമൂഹ്യ നീതിയെക്കുറിച്ചിട്ട് സെയ്ദ് കുത്തുബ് അതിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഏത് സെയ്ദ് കുത്തുബ് ഇന്ന് അറബ് റാഡിക്കലിസം, എക്സ്ട്രീമിസം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് അനാവശ്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പാറ്റേണായി ചിത്രീകരിക്കപ്പെടുന്ന, വില്ലനായി ചിത്രീകരിക്കുന്ന അതേ സെയ്ദ് കുത്തുബ് തന്നെയാണ് ഇസ്ലാമിൻ്റെ സാമൂഹ്യ നീതിയെയും എല്ലാവർക്കും സഹിഷ്ണുത നൽകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റിനെ മുന്നോട്ട് വെച്ചത്. അത്രത്തോളം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് 1928 ഈജിപ്തും നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് നടന്ന ചർച്ചകളാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ടായി. ഖിലാഫത്ത് സമര പശ്ചാത്തലം, വാര്യൻകുന്നത്ത് കുഞ്ഞാമുദ് ഹാജിയും മാലി മുസ്ലിയാരും അടക്കമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ കൂടെ മൊയ്ദ് മൗലവിയും കെ മൗലവി കുറേ മറ്റുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രധാന വക്താക്കളായി നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ നമുക്ക് ഈ ഖിലാഫത്ത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല, ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ നമ്മളുമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അധികാരം അനുസരിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. കാരണം ബ്രിട്ടീഷുകാരാണ് ഇപ്പോൾ നമ്മുടെ ഉലുൽ അമ്ര ഭരണകർത്താക്കൾ. അവർ നമ്മളെ നമസ്കരിക്കാനും നിസ്കരിക്കാനും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്, തടസ്സമൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള അവകാശങ്ങളൊക്കെ അവർ തരുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് മതി, എന്തിന് പ്രക്ഷോഭം എന്ന് ചോദിച്ച പണ്ഡിത സമൂഹം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ ഫത്വ ഇറക്കിയിട്ടുണ്ട്. മഹഖുൽ ഖിലാഫ എന്നൊക്കെ പേരിൽ ഒരുപാട് കിതാബുകൾ ആ സമയത്തുണ്ടായിരുന്നു. ആ കിതാബിന് മറുപടിയായിട്ട് മൊയ്ദ് മൗലവിയുടെ അടക്കമുള്ള ആൾക്കാർ ഖണ്ഡനമണ്ഡലങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് നമ്മൾ മലബാറിൽ എല്ലാവരും ഏകോപിച്ച് നടന്ന സമരം അല്ല ഖിലാഫത്ത് സമരമോ അല്ലെങ്കിൽ മലബാർ സമരങ്ങളൊക്കെയും. അതേ മലബാറിൽ തന്നെ മലപ്പുറത്തും കോഴിക്കോടും വെച്ച് തന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ഖിലാഫത്തിന് എതിരായ കാഴ്ചപ്പാടുള്ളവരും കൂടിയിട്ടായിരുന്നു. ഇതും നമ്മുടെ സ്വന്തം കേരളത്തിൽ 1924 ഉള്ളിൽ നടന്ന സംഭവ വികാസങ്ങളാണ്. ഇതും കൂടി ഈ ഒരു ചർച്ചയിൽ നിങ്ങളെ കൊണ്ടുവരികയാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് ശേഷമാണ് മൗലാന മൗദൂദിനെ പോലുള്ള ആൾക്കാർ ഈ കാഴ്ചപ്പാട് പറയുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു സോഷ്യൽ കൺസെപ്റ്റിനെ കുറിച്ച് വ്യത്യസ്ത നിരീക്ഷണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായി. അതിൽ ഏറ്റവും രസകരമായ ചിന്തയാണ് മുസ്തഫ സിബാവി, ഇറാനിലെ ഇഖ്വാനിൻ്റെ പ്രധാന ലീഡറായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാഴ്ചപ്പാടാണ് അൽ ഇഷ്തറാക്കിയ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക് സോഷ്യലിസം. അതായത് സിറിയൻ ഭാഗത്തു നിന്നാണ്, ഇന്നത്തെ സിറിയൻ ഭാഗത്തു നിന്നാണ് ബഷാർ അൽ അസദിൻ്റെയൊക്കെ പിതാവ് ഹാഫിദുൽ അസദിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഫിലോസഫറാണ് മിഷൽ അഫ്ലക്ക്. അദ്ദേഹം സിറിയൻ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അറബ് ഭാഗത്ത് അറബ് സോഷ്യലിസം വ്യാപിക്കപ്പെട്ടത്. ഇത് അന്ന് അവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കൊക്കെയും ആകെ വിളറി പിടിപ്പിച്ച സംഭവമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങളുണ്ട്, അസമത്വങ്ങളുണ്ട്, ഡിസ്ക്രിമിനേഷൻ ധാരാളമാണ്. ഒരു ട്രൈബൽ സൊസൈറ്റി അധികമുണ്ട്, ചിലർക്ക് പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ മതം തന്നെ അധികാരമായി ഉപയോഗിച്ചുകൊണ്ട് പുരോഹിതന്മാരായി ജീവിക്കുന്ന ഒരു വിഭാഗങ്ങൾ വേറെയുണ്ട്. അങ്ങനെ സമൂഹത്തിലാണ് ഇതിനൊക്കെ പകരം നമുക്ക് സോഷ്യലിസം നടപ്പിലാക്കിയാൽ നന്നാവുമെന്ന് പറയുന്ന ചിന്ത സിസ്റ്റം എന്ന നിലയിൽ കൊണ്ടുവന്ന ഒരാശയമാണ്. നന്നായി പടർന്നു. നിങ്ങൾ നോക്കുക, 1940-കൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് രൂപപ്പെട്ട ഒട്ടുമിക്ക രാജ്യങ്ങളുടെ ഭരണാധികാരികളും സോഷ്യലിസ്റ്റുകളോ നാഷണലിസ്റ്റുകളോ ആയിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പോലും സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നൊരു ടേം നമുക്ക് കാണാം. നെഹ്റു സോഷ്യലിസ്റ്റ് ആയിരുന്നു, കമാൽ പാഷ നാഷണലിസ്റ്റ് ആയിരുന്നു, മുഹമ്മദ് അലി ജിന്ന സോഷ്യലിസ്റ്റ് നാഷണലിസ്റ്റ് ആയിരുന്നു. ഈ ബാസ് പാർട്ടി, ഇവർ രൂപീകരിച്ച ബാസ് പാർട്ടിയിലൂടെ ഇറാഖിലും സിറിയയുടെയും ചുറ്റുഭാഗത്തും രൂപപ്പെട്ടതെല്ലാം സോഷ്യലിസ്റ്റുകളായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ്
മുസ്തഫ സബായി, അദ്ദേഹം പ്രമുഖനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ മലയാളത്തിൽ IPH പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതല്ല. അദ്ദേഹം ചിന്തിച്ചത് ഇസ്ലാമിനുമുണ്ടൊരു സാമൂഹ്യ സമത്വത്തെക്കുറിച്ചുള്ള ചിന്ത. അതിന് അദ്ദേഹം പേര് കൊടുത്തത് ഇസ്ലാമിക് സോഷ്യലിസം എന്നാണ്. ഇസ്ലാമിനും സാമൂഹിക വ്യവസ്ഥയിൽ ഉച്ചനീചത്വങ്ങളെക്കാളും അപ്പുറം ഈക്വൽ പൊസിഷൻ നൽകുന്ന, എല്ലാവരെയും ഒരുപോലെ പാലിക്കുന്ന ഒരു സമത്വ സുന്ദരമായൊരു കൺസെപ്റ്റും ഇസ്ലാമിനുണ്ട്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമിക് സോഷ്യലിസം എന്നും വിളിക്കാം. ഇത് ഒറ്റപ്പെട്ട ഇഖ്വാനികൾ മാത്രമല്ല ഇങ്ങനെ ചിന്തിച്ചത്. അദ്ദേഹം ഇഖ്വാനി നേതാവായിരുന്നു. ഈയടുത്ത് മരണപ്പെട്ട 6-7 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഹസൻ ഹനഫി എന്ന് പറയുന്ന ഇഖ്വാനി പണ്ഡിതൻ, പ്രമുഖനായ ഈജിപ്ഷ്യൻ സ്കോളറാണ്. ആദ്യകാലത്ത് ഇഖ്വാനോട് ചേർന്ന് പ്രവർത്തിച്ച, എന്നാൽ പിന്നീട് സ്വതന്ത്രമായി തന്നെ മാറിയെന്നൊരു പണ്ഡിതൻ. അദ്ദേഹം ചിന്തിച്ചൊരു ടേമിനാണ് അൽ യസാറുൽ ഇസ്ലാമി, ഇസ്ലാമിക് ലെഫ്റ്റ്, ഇസ്ലാമിക ഇടതുപക്ഷം. അദ്ദേഹവും മുന്നോട്ട് വെച്ച കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈ നിലവിലുള്ള ഇഖ്വാന് പോലും സൊസൈറ്റിയിലെ സാമൂഹിക ഘടനയെ എതിർക്കുവാനോ തിരുത്തുവാനോ കഴിയുന്നില്ല. പകരം നമുക്ക് ഇസ്ലാം തന്നെ പറയുന്ന ഇസ്ലാമിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിനെയും എല്ലാവരെയും ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഒരു ആശയം ഇസ്ലാമുണ്ട്. അത് ഇസ്ലാമിക് ഇടതുപക്ഷം എന്ന പേരിലാണ് അദ്ദേഹം സമർപ്പിച്ചത്. ഇതേ ഒരു കൺസെപ്റ്റ് നിങ്ങൾ തുർക്കിയിലെ ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാരും കമ്മ്യൂണിസ്റ്റ് ചിന്തയെ സ്വീകരിച്ചതായും ചില ഉദാഹരണങ്ങൾ അവർ ചരിത്രത്തിൽ കാണാൻ പറ്റും. തുർക്കിയിൽ പോലും കമ്മ്യൂണിസത്തോട് അതിൻ്റെ മതവിരുദ്ധതയെ മാറ്റിവെച്ചാൽ ജനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ, തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് വകവെച്ചു കൊടുക്കുന്ന അവകാശങ്ങൾ ഇസ്ലാമിനുമുണ്ടെന്ന് ചിന്തിച്ച ആദ്യകാല തുർക്കി സ്കോളേഴ്സും നമുക്ക് കാണാം. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ വ്യത്യസ്ത ഇസങ്ങൾ എന്ന പേരിൽ മാറ്റിവെക്കുമ്പോൾ, ഈ പറയുന്ന ചിന്തകളെ മാറ്റിവെക്കുമ്പോൾ, ആ ഇസങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇസ്ലാമിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിന്തകളെ ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ഇസ്ലാമിനെ പുതുതായി സമർപ്പിക്കുവാൻ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ ശ്രമിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഈ തരത്തിൽ, അതായത് ഖിലാഫത്ത് എന്നതിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ ചിന്തകളെ ആധുനിക ടെർമിനോളജിയോട് ചേർത്ത് വായിച്ചുകൊണ്ട് ഇങ്ങനെയും ഇസ്ലാം നടപ്പിലാക്കാൻ പറ്റും എന്ന രീതിയിലാണ് അവരത് പറഞ്ഞത്. ഈ ചർച്ചകളൊക്കെ അധികവും ഉണ്ടായത് മുസ്ലിം നാടുകളിലാണെങ്കിൽ, മുസ്ലിം ന്യൂനപക്ഷമായ മെജോറിറ്റിയായ ഭാഗങ്ങളിൽ, ന്യൂനപക്ഷ മുസ്ലിങ്ങളുള്ള ഇന്ത്യ പോലുള്ള ഭാഗങ്ങളിൽ പണ്ഡിതന്മാർ മറ്റൊരു തരത്തിലാണ് ചിന്തിച്ചത്. ഈ ഭാഗങ്ങളിൽ നമ്മൾ എങ്ങനെയാവണം ജീവിക്കേണ്ടത്? ഇവിടെ ഖിലാഫത്ത് വ്യക്തിപരമായ കാര്യങ്ങളിലൂടെ, സംസ്കരണത്തിലൂടെയും ദഅവത്തിലൂടെയും ഇസ്ലാഹിലൂടെയും ആണ് രൂപപ്പെടേണ്ടത്. അത് ആ രീതിയിൽ ചിന്തിക്കുകയും അതിന് ചില ടെർമിനോളജികൾ അവർ രൂപപ്പെടുത്തി. സാധാരണ ഇസ്ലാമിക ലോകത്തെ, ഇസ്ലാമേതര ലോകത്തെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന 2 ടെർമിനോളജികളാണ് ദാറുൽ ഇസ്ലാമും ദാറുൽ കുഫറും, അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബും, യുദ്ധത്തിൻ്റെ ലോകം എന്ന തരത്തിൽ, യുദ്ധത്തിൻ്റെ ഗേഹം എന്നുള്ള തരത്തിലാണ് വിശദീകരിക്കപ്പെട്ടത്. പക്ഷേ ആധുനിക പണ്ഡിതന്മാർ 70-80കൾക്ക് ശേഷം, പ്രത്യേകിച്ച് യൂസുഫ് കർവാബി, താരിഖ് റമദാൻ പോലുള്ള പണ്ഡിതന്മാർ മറ്റു ചില ടെർമിനോളജികൾ മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ച് യൂറോപ്യൻ പശ്ചാത്തലത്തിലാണ് ഈ ചിന്തകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഫിഖ്ഹി കൗൺസിലുകൾ കർവാബിയുടെ നേതൃത്വത്തിൽ വ്യാപകമായി. ആ ഭാഗത്ത് അവിടുത്തെയുള്ള ചെറുപ്പക്കാർ, ഇസ്ലാമിൻ്റെ ആവേശമുള്ള ആൾക്കാർ, എങ്ങനെയാവണം നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഖിലാഫത്ത് ഉണ്ടാവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി പറഞ്ഞത്, ഈ ഭാഗം നമുക്ക് ദഅവയാവണം, ദഅവയുടെ ദാറാണ്. മറ്റൊരു താരിഖ് റമദാനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത് ദാറുൽ ഷഹാദ ആയി മാറണം. ഇത് നമ്മൾ സ്വയം തന്നെ ശരിയായ മുസ്ലിമായി മാറുകയും അതിലൂടെ നമ്മൾ സ്വയം മറ്റുള്ളവർക്ക് സത്യസാക്ഷ്യം വഹിക്കുന്ന ഒരു ലോകത്തിലേക്ക് എത്തണം. അതിന് ചില തിയറികൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ കാണാം. തൗഹീദ് അല്ലെങ്കിൽ നുബുവത്ത് തുടങ്ങുന്നു. നുബുവത്ത് തുടങ്ങിയതിൻ്റെ ഏകദേശം ഹിജറയുടെ തൊട്ട് മുമ്പത്തെ വർഷമാണ് ഇസ്രാ മിറാജ് സംഭവിക്കുന്നത്. ആ സംഭവത്തിൽ മാത്രമാണ് നമസ്കാരം നിർബന്ധമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അതിനു മുമ്പ് വരെയും നമസ്കാരം നിർബന്ധമല്ല. സക്കാത്ത് നിർബന്ധമാവുന്നത് മദീനയിലെത്തിയതിനു ശേഷമാണ്. നമസ്കാരം നിർബന്ധമാവുന്നത് ഹിജറയ്ക്ക് തൊട്ട് മുമ്പുള്ള വർഷമാണ്. ഹജ്ജ് പിന്നീടാണ് നിർബന്ധമാവുന്നത്. നോമ്പും പിന്നീടാണ് മദീനയിലാണ് നിർബന്ധമാവുന്നത്. അപ്പോൾ അത്രയും വർഷക്കാലം, ഏകദേശം 12 വർഷക്കാലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? ഷഹാദത്തുൽ ഹഖ്,
സത്യത്തിൻ്റെ സത്യസാക്ഷ്യം നിർവഹിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ലോകങ്ങളിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഷഹാദത്തുൽ ഹക്കാണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഖിലാഫത്തിൻ്റെ ഈ ഭാഗത്തെ റെപ്രസെൻറ്റേഷൻ എന്താവണം? ഷഹാദത്തുൽ ഹക്കാണ്. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്, എൻ്റെ നിയോഗം ഇതാണ് എന്ന് സ്വയം തിരിച്ചറിയുകയും അത് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക. അതിൽ പ്രധാനമായ ഒരു ആശയമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ എന്നുള്ളതാണ്. മറ്റൊന്ന് നസീഹത്താണ്. മറ്റൊന്ന് വിശ്വാസ സമൂഹത്തോട് ഉൾച്ചേർത്തുകൊണ്ട് പറഞ്ഞത് തവാസി ബിൽ ഹഖ് വസ്സബർ എന്നാണ്. തവാസോ ബിൽ സബർ എന്ന് പറയുന്ന ആയത്താണ്. അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ പരസ്പരം ഇസ്ലാമിനെക്കുറിച്ചുള്ള ബോധങ്ങൾ വർദ്ധിപ്പിക്കുക, അത് ഹക്ക് കൊണ്ടിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുക. അപ്പോൾ എന്താണ് ഹക്ക്? ഹക്കെന്ന് പറയുന്നത് സത്യം എന്നുള്ളൊരർത്ഥമുണ്ട്, ന്യായം എന്നുള്ളൊരു മറ്റർത്ഥമുണ്ട്, അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെക്കുറിച്ച് നിൻ്റെ അവകാശത്തെക്കുറിച്ച് ബോധിപ്പിക്കാൻ കഴിയണം. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനോട് നിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ബോധിപ്പിക്കാൻ കഴിയണം. പിന്നെ അതിൻ്റെ കൂടെ നന്മയും സത്യവും നന്മ മാർഗങ്ങളുമുണ്ട്. അതാണ് തവാസി ബിൽ ഹഖ് വസ്സബർ എന്ന് പറയണം. അതിൻ്റെ കൂടെ ഈ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് നന്മ പരസ്പരം ഉപദേശിച്ചാൽ മാത്രം പോരാ, സമൂഹത്തിലും നന്മ വേണം. ഇസ്ലാം അത് ഖൈറാണ്, ഇസ്ലാം അത് നൂറാണ്. മിനൽ ളുലുമാത്തി ഇലൻ നൂർ, സകലവിധ അധർമ്മികങ്ങളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും നൂറിലേക്ക് വിളിക്കുവാനാണ് അള്ളാഹു മുസ്ലിം സമൂഹത്തെ നിയോഗിച്ചത്. ഒരു സമൂഹം നമുക്ക് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കാണാം. റബീ ബിൻ ആമിർ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അദ്ദേഹത്തോട് ഈ റുസ്തം ചോദിക്കുന്നു, പേർഷ്യൻ സാമ്രാജ്യ നേതാവാണ്, നീ എന്തിനാണ് കടന്നു വന്നത്? അദ്ദേഹം അവിടെ പറയുന്ന മറുപടി ഇബ്താസന അല്ലാഹു ലി ഇഖ്റാജ് മൻ യശാ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം വമിൻ ളിഖ്ദ് ദുനിയ ഇലാ സഅത്തി ദുനിയ വൽ ആഖിറ. 3 കാര്യങ്ങളാണ് ഇസ്ലാം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അള്ളാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അടിമകളായ ഉടമകളിൽ നിന്ന് യഥാർത്ഥ ഉടമയുടെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ലിബറേഷൻ, പൊതുജനങ്ങളുടെ ലിബറേഷൻ. രണ്ടാമത് അമിൻ ജൗരിൽ അദിയാനി ഇല അദ്ലുൽ ഇസ്ലാം, സകലവിധ ദീനുകളും മിസങ്ങളും ഉണ്ടാക്കിയെടുത്ത അക്രമത്തിൽ നിന്നും ക്രൂരതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ നീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനാണ് രണ്ടാമത്തത്. മൂന്നാമത് ലീഖ് ദുനിയ ഇലാ സാത്തി ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിൽ ഉണ്ടാക്കപ്പെട്ട സകലവിധ കുടിസതകളിൽ നിന്നും ഈ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും വിശാലതയിലേക്ക് ജനങ്ങളെ നിയോഗിക്കുവാനാണ് ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതെന്ന് റബീ ബിൻ ആമിർ അൻസാരി റളിയല്ലാഹു അൻഹു റുസ്തമിനോട് പറയുന്നതാണ്. അതായത് വിശ്വാസിക്ക് എന്താണ് ഉത്തരവാദിത്തം? ഇങ്ങനെയുള്ള ലോകങ്ങളിൽ സത്യം സത്യമാണെന്ന് ബോധ്യപ്പെടുകയും അത് കാരുണ്യമാണെന്ന് ബോധ്യപ്പെടുകയും അള്ളാഹു റഹ്മാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൽ ലിൽ ആലമീനാണ്, ഖുർആനും റഹ്മത്താണ്, ഇസ്ലാമും റഹ്മത്താണ്. ഈ റഹ്മത്ത് വിശ്വാസികൾക്ക് മാത്രം ലഭിക്കേണ്ടതോ കിട്ടേണ്ടതോ അല്ല. കാരണം ഖുർആന് സ്വയം പരിചയപ്പെടുത്തുന്നത് ഹുദല്ലിന്നാസാണ്, ജനങ്ങൾക്കുള്ള ഹുദയാണ്. ഇത് ഖുർആൻ എന്നത് കുറച്ച് വിശ്വാസികളുടെ മാത്രം വേദഗ്രന്ഥമല്ല എന്നതിനേക്കാളും അപ്പുറം പൊതുജനങ്ങളുടെക്കുള്ള സന്മാർഗ പാതയാണ്. അത് അവരിലേക്ക് എത്തിക്കൽ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ലോകങ്ങളിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ ലിബറേഷൻ, വിവിധ ഇസങ്ങളുടെ അക്രമങ്ങളിൽ നിന്നുമുള്ള ഇസ്ലാമിൻ്റെ നീതിയിലേക്കുള്ള ക്ഷണം, അതിൻ്റെ കൂടെ വിശാലത സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാവണം ഷഹാദത്തുൽ ഹക്ക് നടപ്പിലാക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ മറ്റൊരു പദപ്രയോഗമാണ് ദാറുൽ അംന്, സമാധാനത്തിൻ്റെ ഗേറ്റ്. ഈ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സമാധാനം ഒരു ഭാഗത്തുണ്ടാവുകയും അവിടെ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ നിലനിൽക്കുന്ന പ്രത്യേകിച്ച് മൈനോറിറ്റിയായ ഒരു ലോകത്ത് നിങ്ങളെങ്ങനെ ഖിലാഫത്ത് നടപ്പിലാക്കുമെന്നുള്ള ചർച്ചയുണ്ടല്ലോ. നിലനിൽക്കുന്ന ഭാഗത്ത് അമ്നില്ലെങ്കിൽ അമ്നുണ്ടാക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഉള്ളവരുടെ കൂടെ കൂടുക.
അതിന് പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തുക. അങ്ങനെയാണ് ദാറുൽ അംനി എന്ന് പറയുന്ന ചിന്തയെ അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കുറേ പണ്ഡിതന്മാർ ഇസ്ലാമികമായ മുസ്ലിം സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത എന്നാൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഖിലാഫത്തിനെ റീഡിഫൈൻ ചെയ്യാൻ വേണ്ടി കിതാബുകൾ എഴുതി. അതിലൊന്നാണ് വായിലുൽ ഹല്ലാഖിൻ്റെ ഇമ്പോസിബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന കിതാബ്. അദ്ദേഹം അതിൽ പറയുന്നത് ഈ ഇസ്ലാം എന്ന കൺസെപ്റ്റിനെ സ്റ്റേറ്റ് എന്ന് പറയുന്ന തിയറിയിലേക്ക് ഒതുക്കാൻ കഴിയില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അതിൽ ചെറിയ വിഷയങ്ങളുണ്ട്. കാരണം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഹൻസ് മോർഗൻതോ എന്ന് പറയുന്ന ആധുനിക പൊളിറ്റിക്കൽ റിയലിസത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന അദ്ദേഹമാണ്. അദ്ദേഹം സ്റ്റേറ്റ് കൺസെപ്റ്റിനെ വിശദീകരിക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈഗോയിസ്റ്റാണ്, സ്റ്റേറ്റ് സെൽഫിഷാണ്, സെൽഫ് സെൻറ്റേർഡാണ്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അനാർക്കിസ്റ്റാണ് സ്റ്റേറ്റ്. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം മുന്നിൽ വെക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പമോ ഒരു ഭരണസങ്കല്പം എന്ന് പറയുന്നത് ഈഗോയിസ്റ്റ് അല്ല, സെൽഫ് സെൻറ്റേർഡ് അല്ല, അനാർക്കിസ്റ്റ് അല്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആധുനിക ഭരണ സംവിധാനത്തെ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തോട് ചേർത്ത് വെക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, അത് ഇനി ഇമ്പോസിബിളും കൂടിയായിട്ടാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. അങ്ങനെ ആവണമെന്നുമില്ല. കാരണം ഒരു ഭരണ സംവിധാനത്തെ ആരാണ് കൊണ്ട് നടക്കുന്നത്, ആരാണ് ഭരിക്കാൻ ശ്രമിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടിലൂടെ തിരുത്താനുള്ള സാഹചര്യം ഉണ്ട് എന്ന് അതിനുള്ള മറുപടിയായി പണ്ഡിതന്മാരും പറയുന്നത് കാണുവാൻ കഴിയും. അതിൻ്റെ കൂടെ ഡെമോക്രസി എന്നതിനെ പുതിയൊരു ആശയമായി ഒട്ടുമിക്ക ആധുനിക പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത് കാണാം. മൗലാന മൗദൂദി പോലും ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവർ മെസ്സേജ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ദേശീയത, ജനാധിപത്യം, മതേതരത്വം ഒരു താത്വിക വിശകലനം എന്ന പേരിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. അതിൽ അദ്ദേഹം ഈ പറയുന്ന ദേശീയതയും ജനാധിപത്യത്തെയും മതേതരത്തെയും ശക്തമായി വിമർശിക്കുന്നത് കാണാം. പക്ഷേ പാകിസ്ഥാനിൽ പോയ മൗലാന മൗദൂദി ഒരു പാകിസ്ഥാനി ദേശീയതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളിനെ നമുക്ക് കാണാൻ പറ്റും. ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ നേരിട്ട് ഇടപെടുകയും ഫാത്തിമ ജിന്നയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന മൗലാന മൗദൂദിനെ നമുക്ക് കാണാം. ഒരു ഡെമോക്രാറ്റിക് ഒരു സ്റ്റേറ്റിനെ നിലനിർത്തുന്നത് അവിടുത്തെ ഭരണഘടനയാണ്. ആ ഭരണഘടനാ പ്രക്ഷോഭത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന മൗലാന മൗദൂദിയെ നമുക്ക് കാണാം. അതുകൊണ്ട് മൗലാന മൗദൂദിൻ്റെ ജീവിതത്തെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് കൺസെപ്റ്റ് ചർച്ചകളുമായി ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലഘട്ടങ്ങളും ചേർത്തുകൊണ്ട് വായിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലുള്ള മൗലാന മൗദൂദിയേക്കാളും അപ്പുറം കൂടുതൽ പ്രാക്ടിക്കലായത്, കൂടുതൽ ചിന്തയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് പാകിസ്ഥാനിലെ മൗലാന മൗദൂദിയാണ്. എത്രത്തോളം എന്നാൽ അദ്ദേഹം ഇവിടെ ഉംറയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു ജമാഅത്ത് സംഘം അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയും അവരോട് നിങ്ങളുടനെ പാർട്ടി രൂപിച്ചോളൂ എന്ന് പോലും അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ജനാധിപത്യ ക്രമത്തിൽ ഇടപെടുവാൻ ഇവിടുത്തെ ജമാഅത്തുകാരോട് പറഞ്ഞതായും നമുക്ക് ജമാഅത്തിൻ്റെ ചരിത്രരേഖകൾ കാണാം. ജമാഅത്ത് ഇസ്ലാമി സ്വന്തമായ പാർട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത കാലത്ത് പോലും ജനാധിപത്യ ക്രമത്തിൽ ഇടപെടുവാൻ മൗലാന മൗദൂദി ഇന്ത്യൻ ജമാഅത്തുകാരോട് പറയുന്നത് പോലും നമുക്ക് കാണുവാൻ കഴിയും. അത്രത്തോളം മൗലാന മൗദൂദി മാറുന്നത് കാണാം. അതുമാത്രമല്ല, മൗലാന മൗദൂദി എപ്പോഴും ജനാധിപത്യത്തെ താത്വികമായി വിമർശിക്കുന്നുണ്ട്. കാരണം പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് അള്ളാഹുവിൻ്റെ ശരീഅത്തിന് വിരുദ്ധമാവുന്നൊരു സംഭവമാണ്. എന്നാൽ അതേസമയം തന്നെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് മാനിച്ചുകൊണ്ട് ഭരണ സംവിധാനം നിലനിർത്താൻ പറ്റുന്ന തിയോ ഡെമോക്രസി എന്ന് പറയുന്നൊരു ചിന്തയെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒരു സ്റ്റേറ്റ് സംവിധാനം, ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ ഭരണ സംവിധാനം ഉണ്ടാവുക, അവിടെ അള്ളാഹുവിൻ്റെ ശരീഅത്തിന് എന്ന നിലയിൽ തിയോ എന്നുള്ള പദവും ബാക്കി ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനം ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല എന്ന് മൗലാന മൗദൂദി പറഞ്ഞു വെച്ചു. എന്നാൽ മൗലാന മൗദൂദിയുടെ ഈ ഡെമോക്രാസിയോടുള്ള വിമർശനത്തെ പിന്നീടുള്ള പണ്ഡിതന്മാർ, റാഷിദ് ഗന്നൂഷി അടക്കമുള്ള പണ്ഡിതന്മാർ അത് കുറച്ച് കൂടിപ്പോയി, അത്രത്തോളമൊന്നും വേണ്ട, ഡെമോക്രസിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സ്വീകരിക്കാം എന്നുള്ള കാഴ്ചപ്പാടുകാരനാണ് ഇപ്പോൾ ജീവിക്കുന്ന റാഷിദ് ഗന്നൂഷിക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ അസ്സാം തമീമിനെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഡെമോക്രാറ്റ് വിത്തിൻ ഇസ്ലാമിസം എന്നാണ്. ഇസ്ലാമിസം എന്നുള്ള പദം ഞാൻ ഒരിക്കലും ഉച്ചരിക്കില്ല, അത് നല്ല പദപ്രയോഗമല്ല, സുന്ദരമായ തെറിയാണ്, അതിസുന്ദരമായ വാക്കുകളിലൂടെയുള്ള ഒരു തെറിയാണ് ഇസ്ലാമിസ്റ്റ് എന്നുള്ള പദപ്രയോഗം. അത് വേറെ സംസാരിക്കേണ്ടതാണ്. എന്തായാലും അത് എസ്റ്റാബ്ലിഷ്ഡായ പദപ്രയോഗമായതുകൊണ്ടാണ് അസ്സാം തമീമി എന്ന് പറയുന്നത് ഡെമോക്രാറ്റ് വിത്തിൻ ഇസ്ലാമിസം. കൂടുതൽ ഡെമോക്രസിയൊക്കെ കൊണ്ട് സംസാരിക്കുന്ന, സ്ത്രീകളുടെ പൊതുവായ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ഷൂറ സംവിധാനങ്ങളിൽ സ്ത്രീകൾ അനിവാര്യമായി ഉണ്ടാവണമെന്ന് സംസാരിക്കുന്ന, ഭരണ സംവിധാനം പൊളിറ്റിക്കൽ പ്ലൂറലിസം, തഅദ്ദുദിയ സിയാസി,
പൊളിറ്റിക്കൽ പ്ലൂറലിസമാണ് ഇസ്ലാമിക ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന ഫ്രെയിംവർക്ക് എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് മുസ്ലിം ആണെങ്കിലും നോൺ മുസ്ലിം ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏതേത് മേഖലയിൽ ആരൊക്കെ പ്രഗത്ഭരാണോ അവരൊക്കെയും പാർലമെൻറ്റിൽ ഭരണക്രമത്തിൽ അനിവാര്യമായും റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തണം, ഓരോരുത്തരുടെയും ഖിലാഫത്ത് വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് റാഷിദ് ഖന്നൂഷി. ആ ഓരോരുത്തർ കുറച്ചും കൂടി ഇൻക്ലൂസീവായ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് ആധുനിക പണ്ഡിതന്മാർ തന്നെ മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വ്യവസ്ഥയേക്കാളും ഉയർന്നു നിൽക്കുന്ന സുപ്രാം മോഡലിൽ നിന്ന് പിന്നീട് അവിടുന്ന് ദൗലത്ത്, അതുപോലെ തന്നെ വിവിധ പദപ്രയോഗങ്ങളുടെ വളർന്നു വന്ന് ആധുനിക ഇസങ്ങളെ പോസിറ്റീവായി അനുകൂലിക്കുകയും എന്നാൽ അതിൻ്റെ പ്രശ്നങ്ങളെ പ്രോബ്ലമറ്റൈസ് ചെയ്യുകയും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നുകൊണ്ട് ഈ ഒരു തരത്തിൽ ഡെമോക്രസീൻ്റെ മൂല്യങ്ങളെ ഈവൻ മൗദൂദി സാഹിബ് പോലും അംഗീകരിക്കുന്ന മൗദൂദി സാഹിബിൻ്റെ കർക്കശമായ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ഡെമോക്രസിയിലേക്ക് ഇൻക്ലൂസീവായ നിലപാട് സ്വീകരിക്കാം എന്ന തരത്തിൽ റാഷിദ് ഖന്നൂഷി അടക്കമുള്ള പണ്ഡിതന്മാർ മാറുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഇവരൊക്കെയും പറഞ്ഞു വെക്കുന്നത് ഏത് ഭരണ സംവിധാനമാണോ അത് ഏറ്റവും നന്നായി നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഇസ്ലാമികമായി മാറാം എന്നൊരു ചിന്തയുമുണ്ട്. റാഷിദ് ഖന്നൂഷിയുടെ പത്രപ്രവർത്തകൻ ഈ അറബ് സ്പ്രിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ നഹ്ള പാർട്ടി തുനീഷ്യയിൽ ജയിക്കുകയും അവിടെ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളിനി ശരീഅത്ത് നടപ്പിലാക്കാൻ പോവുകയാണോ? അദ്ദേഹം പറഞ്ഞത് നീതി എവിടുണ്ടോ അവിടെയാണ് ശരീഅത്ത്, അതിൽ പ്രത്യേക പേരുകളുടെ ആവശ്യമില്ല എന്ന് അദ്ദേഹം അവിടെ മറുപടി പറയുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ കൂടുതൽ ഒരു ആധുനിക കൺസെപ്റ്റിലേക്ക് ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് ചിന്തകന്മാർ മാറുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ലിബറൽ എക്കണോമി രൂപപ്പെടുന്നു, ഗ്ലോബലൈസേഷൻ ശക്തമാവുന്നു, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ലോകമൊക്കെയും വരുന്നതും സ്റ്റേറ്റിൻ്റെ അതിർത്തികൾ ലംഘിക്കുന്ന തരത്തിലേക്ക് ആശയവിധാനങ്ങളും രൂപങ്ങളും ഉള്ളുമ്പോൾ ഈ പുതിയ മാറ്റങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന തരത്തിലേക്ക് പണ്ഡിതന്മാർ ചിന്തിക്കുന്നുണ്ട്. ലിബറൽ എക്കണോമി പോലുള്ള, ലിബറൽ എക്കണോമി പോലുള്ള, ഗ്ലോബലൈസേഷൻ പോലുള്ള, ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇതൊക്കെയും എങ്ങനെയാണ് സ്റ്റേറ്റ് കൺസെപ്റ്റിൽ ഒതുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനേക്കാളും പോകുന്നു എന്ന് പൊളിറ്റിക്കൽ തിയറ്റീഷ്യന്മാർ തന്നെ സംസാരിക്കുന്ന ലോകത്ത് ആധുനിക പണ്ഡിതന്മാരും അതിനോട് അനുബന്ധിച്ച് ചിന്തിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അൽ ഇസ്ലാം വൽ ഔലമ, ആഗോളവൽക്കരണവും ഇസ്ലാമും എന്ന പേരിൽ കറവാവിടെ തന്നെ ഒരു കിതാബ് അദ്ദേഹം ഇവിട്ടിരുന്നു കൊണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ ആഗോളവൽക്കരണത്തെ സംസാരിച്ചുകൊണ്ട് കിതാബുകൾ കാണാം. നാഷണലിസത്തെയും അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് അലി നഖവീൻ്റെ മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത ഇസ്ലാമും ദേശീയതവും എന്ന് പറയുന്നൊരു കിതാബുണ്ട്. ഐപ്പിച്ചാണ് പബ്ലിഷ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ അദ്ദേഹം ആ വിഷയം സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ നാഷണലിസത്തിൻ്റെ പ്രധാന ആശയങ്ങൾ: ഒന്ന് ഭരണഘടന, രണ്ട് പോപ്പുലേഷൻ, മൂന്നാമത് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി നിർവഹണം എന്നതാണ്. ഉമർ കാലത്ത് ഇത് മൂന്നും നടന്നിട്ടുണ്ട്. മദീന ചാർട്ടർ ഭരണഘടനയായും പോപ്പുലേഷൻ കൗണ്ട് ചെയ്ത ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. മൂന്നാമത് ടെറിട്ടോറിയൽ കൃത്യമായി നിർവഹിച്ച ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ദേശീയതയുടെ ഒരു പ്രാഗ്രൂപമാണ് ഖിലാഫത്ത് എന്നൊക്കെ സംസാരിക്കുന്ന ചർച്ചകളും ഇസ്ലാമിക ലോകത്തുണ്ട്. അതുകൊണ്ട് ദേശീയത അത്രയും പ്രശ്നഭരിതമായ വിഷയമാണോ എന്ന് പോലും ചില പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലും എല്ലാ ഇസങ്ങളുടെയും നെഗറ്റീവുകളെ മുന്നിൽ പ്രോബ്ലമറ്റൈസ് ചെയ്തുകൊണ്ടും അതിൽ നിന്ന് കൂടുതൽ പോസിറ്റീവായ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുസ്ലിങ്ങൾക്ക് ഭരിക്കാം എന്ന രീതിയിലാണ് ആധുനിക പണ്ഡിതന്മാർ ഇപ്പോൾ ചിന്തകൾ മുന്നോട്ട് വെക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ ഇജ്തിഹാദിൻ്റെ അല്ലെങ്കിൽ ഖിലാഫത്തിൻ്റെ പുനർവിചിന്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.